തെരഞ്ഞെടുപ്പ് അടുക്കും മുന്നേ നടക്കാനുള്ള ചില ഉപതെരഞ്ഞെടുപ്പുകളിലേക്കാണ് കേരളത്തിലെ മുഴുവൻ രാഷ്ട്രീയ ചിന്താഗതി ഉള്ളവരുടെ നോട്ടം. കാരണം ഇനി നടക്കാനുള്ള ഉപതെരഞ്ഞെടുപ്പുകളൊക്കെ തന്നെ തിരഞ്ഞെടുപ്പ് ഇത്രയും അടുത്തെത്തിയ സ്ഥിതിക്ക് തിരഞ്ഞെടുപ്പിന്റെ വിധി നിർണയത്തെ കൂടി സ്വാധീനിക്കുന്ന കാര്യങ്ങളായിരിക്കുമെന്ന കണക്കുകൂട്ടലാണ് പലയിടങ്ങളിൽ നിന്നും പുറത്തുവരുന്നത്. അതിൽ തന്നെ എല്ലാവരും ഉറ്റുനോക്കുന്നത് നിലമ്പൂർ നിയമസഭയിലെ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഇപ്പോഴും കോൺഗ്രസിൽ അവിടെ ആര് സ്ഥാനാർത്ഥിയാകണം എന്ന കാര്യത്തിൽ ചേരിപ്പോര് രൂക്ഷമാണ്. നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപനവും സ്ഥാനാർത്ഥിയുടെ കാര്യത്തിൽ തീരുമാനവുമായില്ലെങ്കിലും മുന്നൊരുക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. ഇടതു സ്വതന്ത്രനായി ജയിച്ച PV അൻവർ രാജിവെച്ചതോടെയാണ് തിരഞ്ഞെടുപ്പിന് കളമൊരുങ്ങിയത്. നവംബറിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്ന വയനാട് ലോക്സഭാ മണ്ഡലത്തിന്റെ ഭാഗമായതിനാൽ സംഘടനാ ശേഷി അടുത്തിടെ തന്നെ നിലമ്പൂരിൽ പരീക്ഷിക്കപ്പെട്ടതാണെന്ന പ്രത്യേകതയുണ്ട്. KPCC നിയോഗിച്ച ചുമതലക്കാർ 5-ന് നിലമ്പൂരിൽ വിപുലമായ യോഗം വിളിച്ചു. മണ്ഡലം പ്രസിഡന്റുമാർ മുതൽ മുകളിലേക്കുള്ള ഭാരവാഹികൾ വരെ പങ്കെടുക്കും. വോട്ട് ചേർക്കൽ ഉൾപ്പെടെ അടിത്തട്ടിലെ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും പാർട്ടി കോൺഗ്രസിന് ശേഷമാകും CPM കൂടുതൽ സജീവമാവുക. കോൺഗ്രസിലെ സ്ഥാനാർത്ഥി നിർണയത്തിനായി AICC നിയോഗിച്ച സംഘവും ഏജൻസിയും മണ്ഡലത്തിൽ സർവേ നടത്തുന്നുണ്ട്. DCC പ്രസിഡന്റ് VS ജോയ്, ആര്യാടൻ ഷൗക്കത്ത് എന്നീ പേരുകളാണ് കോൺഗ്രസിലുള്ളത്. ജോയും ഷൗക്കത്തും മണ്ഡലത്തിലുള്ളവരാണ്. സമീപകാലത്ത് അംഗസംഖ്യയിൽ മുന്നേറ്റമുണ്ടെങ്കിലും മലപ്പുറം ജില്ലയിൽ UDF-ൽ ലീഗിനു പിന്നിൽ രണ്ടാമത്തെ പാർട്ടിയാണ് കോൺഗ്രസ്. DCC പ്രസിഡന്റ് സ്ഥാനത്ത് 3 വർഷമായ ജോയി മുൻപ് മലമ്പുഴയിൽ VS അച്യുതാനന്ദനോട് മത്സരിച്ചിട്ടുണ്ട്. ഷൗക്കത്ത് നിലമ്പൂരിൽ തന്നെ PV അൻവറിനോട് മത്സരിച്ചു. LDF UDF പോരാട്ടത്തിനപ്പുറം അൻവറിന്റെ രാഷ്ട്രീയ ഭാവി കൂടി നിർണ്ണയിക്കുന്ന ഉപതെരഞ്ഞെടുപ്പാണ് വരുന്നത്. രാജിവെച്ച സീറ്റിൽ അൻവറിന്റെ സ്വാധീനം കൂടി ഉപയോഗപ്പെടുത്താൻ നിശ്ചയമായും UDF ശ്രമിക്കും. CPM-ന്റെ പിന്തുണയോടെ താൻ 2000-ഓളം വോട്ടിന് ജയിച്ച മണ്ഡലം വൻ ഭൂരിപക്ഷത്തിൽ UDF-ന് ലഭിച്ചാൽ അൻവറിന് രാജകീയമായി UDF-ൽ എത്താം. ഇല്ലെങ്കിൽ അപ്രസക്തനാകും. കോൺഗ്രസിനെ എതിർക്കുന്നതിനേക്കാൾ വാശിയോടെ അൻവറിനെ നേരിടാനാണ് മണ്ഡലത്തിൽ CPM ശ്രമിക്കുക. എന്നാൽ ഇപ്പോഴും സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് ചുരുക്കപ്പട്ടികയിലെത്താൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. നിലമ്പൂരിൽ മുൻപ് ആര്യാടൻ മുഹമ്മദിനെ നേരിട്ട റിട്ടയർഡ് അധ്യാപകൻ തോമസ് മാത്യു, സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് U അഷ്റഫ് അലി തുടങ്ങിയവ ഉൾപ്പെടെയുള്ള സ്വതന്ത്രരെ തേടുന്നുണ്ട്. DYFI ജില്ലാ പ്രസിഡന്റ് P ഷബീർ, CPM ജില്ലാ കമ്മിറ്റി അംഗം VM ഷൗക്കത്ത്, നഗരസഭാധ്യക്ഷൻ മാട്ടുമൽ സലീം തുടങ്ങിയ പേരുകളുമുണ്ട്. കോൺഗ്രസിലെ അതൃപ്തരെയും നോട്ടമിടുന്നുണ്ട്. NDA മുന്നണിയിൽ BJP സ്ഥാനാർത്ഥിയായി ചർച്ചകളിലുള്ളത് നവ്യ ഹർദാസിന്റെ പേരാണ്. വയനാട് ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിൽ പ്രിയങ്ക ഗാന്ധിക്കെതിരെ സ്ഥാനാർത്ഥിയായിരുന്നു നവ്യ.